എടുത്ത് ഞാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ മര്യാദയോ സാമാന്യ ബോധമോ ആത്മാഭിമാനമോ ഏഴയലത്തുകൂടി പോയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരുന്നുണ്ടെങ്കിൽ കമാന്നൊരക്ഷരം പ്രതികരിക്കുന്നതായിരുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ പോയി സേനാനായകനൊന്നും ആവണമെന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. എല്ലാവർക്കും അറിയാലേ, ഏതൊരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായാലും അവിടെ നമ്മുടെ അഖിൽ മാരാറിൻ്റെ ഒരു പോസ്റ്റോ ഒരു വീഡിയോയോ ഷോർട്സ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. ലൈവായിട്ട് വന്ന് പറയുകയോ എന്തെങ്കിലും വരാറുണ്ട്. അത് പതിവാണ്. ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരെ ഭാഗമായിട്ടും നമ്മുടെ അഖിൽ മാരാർ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂരയുടെ ഭാഗമായിട്ടല്ല, നമ്മുടെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചല്ലോ ഇന്ത്യ. അതായത് നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. നമ്മുടെ അമേരിക്ക ഇടപെട്ടു. അമേരിക്ക പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ പേരിൽ ആണ് ഇപ്പോൾ ആശാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ പേഴ്സണലി പറയാമല്ലോ, എനിക്ക് അഖിൽ മാരാറിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു കേട്ടോ. ഞാൻ ഈ റിലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. എന്തോ അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു അവതരണ ശൈലി നല്ല രസമാണ്. ആരെയും ഒരു കൂസലില്ലാതുള്ള വർത്തമാനം ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എനിക്ക് അത്രമാത്രം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം നമ്മൾ ഇപ്പം നടക്കുന്ന സംഭവം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കാഞ്ഞിട്ടാണോ, അതോ ഈ കുളം കലക്കി മീൻ പിടിക്കുക അങ്ങനെ ഒരു ഇതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ കയറി ഇങ്ങനെ പറഞ്ഞ് ആളാവാനാണോ അതൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്തായാലും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുള്ള ഒരു സമയമായിരുന്നു, സമയമാണിത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ മാരാർക്ക്. അപ്പം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, കൊല്ലക്കാരനാണ്. അപ്പം കോട്ടാത്തല നമ്മുടെ അടുത്ത പ്രദേശം തന്നെയാണ്. അപ്പം നല്ല ഫാൻസ്, നല്ലൊരു പേരൊക്കെ ഉള്ള സമയമാണ്. പക്ഷേ ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂവിൽ കയറി ഇടപെട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിലൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ആരാധകരും അദ്ദേഹത്തിനോട് വിമർശനമായിരിക്കും കേട്ടോ. ഇത് പറയുമ്പോഴത്തേക്കിന് അദ്ദേഹം ആരാ, വലിയ പുള്ളിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വരരുത്. നമുക്ക് ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരുടെ ഒരു സംസാര ശൈലി അതൊക്കെ കൊണ്ടാണല്ലോ. അതാണ് സംഭവം. അല്ലാതെ വേറെ ഒരു പ്രത്യേകിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അതൊന്നുമല്ല. ഇപ്പം ഒരു സോഷ്യൽ ഇഷ്യൂലൊക്കെ വന്നിട്ട് ധൈര്യപൂർവ്വം തൻ്റെ ഒരു നിലപാട് അറിയിക്കുമല്ലോ, ആ ഒരു വ്യക്തിത്വത്തിനെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം എടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം ബോറായിപ്പോയി. ഇദ്ദേഹം പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഒട്ടും ഒരു തരത്തിലുള്ള, ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, നല്ലപോലെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇതിനെ മാത്രം വ്യക്തമായി മനസ്സിലാക്കിയില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം ഇന്ത്യ അടിച്ചിട്ടു. അമേരിക്ക മുൻകാലങ്ങളിൽ പിന്തുണ കൊടുത്തിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷത്തെ മുതലെടുത്തുകൊണ്ട് ആയുധ വ്യാപാരം നടത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ എന്തോ കേമന്മാരാണെന്ന് കാണിക്കുന്ന ഈ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ രീതിയിൽ ഇന്ത്യ അടിച്ചാൽ ഒരാഴ്ച കൊണ്ട് പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക കൃത്യമായിട്ട് നടത്തിയ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അവന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു. അമേരിക്കയുടെ സെക്രട്ടറി നമ്മുടെ പാകിസ്ഥാന്റെ നായകനോട് സംസാരിക്കുകയും ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മന്ത്രിയോട് സംസാരിക്കുകയും ചെയ്തതിന്റെ വിഷ്വൽസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തു വരികയും ചെയ്തതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി ലോകത്തോട് പറയുന്നു. കണ്ടല്ലോ ഈ ഒരു നിലപാട്. ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഒരു വലിയൊരു എസ്സേ പോലെ ഇങ്ങനെ ഉണ്ട്. കുറേശ്ശെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പ്രശ്നം അമേരിക്ക പറഞ്ഞപ്പോൾ ഇന്ത്യ കേട്ടു എന്നുള്ളതാണ്. നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും നമ്മുടെ ഭരണഘടന നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനോ അതുപോലെ ഇഷ്ടമുള്ള പാർട്ടി, നമുക്കിപ്പോൾ ഒരു പ്രതിപക്ഷം ഒരു ഭരണപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു ഭരണം നമുക്ക് കാഴ്ച വയ്ക്കാൻ. നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. എത്ര പാർട്ടികൾക്ക് വേണമെങ്കിലും എത്ര വ്യക്തികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. അതിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഭരിക്കും. അതൊക്കെയാണ് നമ്മുടെ ഒരു സിസ്റ്റം. അപ്പം നമ്മൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാരുണ്ടായിരിക്കാം, രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. അതൊക്കെ ഈ സാഹചര്യത്തിലല്ല നമ്മൾ പറയേണ്ടത്. ഇപ്പം
ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. അപ്പം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലും പറഞ്ഞു, പക്ഷേ ആ വീഡിയോയ്ക്കൊന്നും റീച്ച് ഇല്ലായിരുന്നു. ആ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക. നമ്മൾ ഒരു പാർട്ടിക്കാരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നമ്മുടെ രാഷ്ട്രം സുരക്ഷിതമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ സഞ്ചരിക്കാൻ പോയി. ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഒരു തമാശ പറയുമായിരുന്നു. ഞങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് PSC കോച്ചിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സെൻറ്ററിലൊക്കെ പറയായിരുന്നു, ഇന്ന് മോദി ഇവിടെ ഇല്ല, മോദി ഇന്ന് ഈജിപ്തില, ഇന്ന് ഇസ്രായേലാണ്, ഇന്ന് അമേരിക്കയിലാണ് എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പം പക്ഷെ ഇദ്ദേഹം ഇവിടെ എല്ലാം പോകുന്നത് എന്താണ്? നമ്മുടെ ഡിഫൻസ്, നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക, അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുക, മറ്റുള്ള രാജ്യങ്ങളുമായി നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക, സൗഹൃദം, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിക്കുക, അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് നമ്മുടെ ഏതൊരു രാജ്യവും നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി തിരിച്ച് മറുപടി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത്രമാത്രമുള്ള സൈനിക ബലവും ഉപകരണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അറിയാലോ, സിക്രാന്ത് പോലെയുള്ള എല്ലാം നമുക്ക് സജ്ജമാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ പറഞ്ഞ ഭരണ നൈപുണ്യം തന്നെയാണ്. മറ്റുള്ള ഭരണാധികാരികളിൽ നിന്ന് വിഭിന്നമായി നല്ല രീതിയിൽ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം എല്ലാ ആശയങ്ങളും പക്ഷേ പുറത്തു വരുന്നില്ല. നമുക്ക് ഇവർക്കൊക്കെ മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലാകാത്തല്ല, ആകുന്നില്ല എന്ന് ധരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ ചർച്ചയ്ക്ക് വെക്കാവുന്ന കാര്യങ്ങളല്ല. ഇദ്ദേഹം എന്തിനു പോയി, എന്ത് കാര്യത്തിനാണ് അവിടെ പോയിരിക്കുന്നത്, എന്ത് കാര്യമാണ് അവിടെ ചെയ്യുന്നതെന്നൊന്നും വാർത്തയിലൂടെ പുറമെ എത്തിക്കില്ല. കാര്യം അതൊക്കെ നമ്മുടെ രാജ്യസുരക്ഷയ്ക്കെതിരെയാണ്. അതിപ്പോഴും നമ്മുടെ രാജ്യത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ള 99% പുറത്തു വരുന്നില്ല. 1% മാത്രമാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ 50% മാത്രമാണ് നമ്മൾ അറിയുന്നത്. 50% രഹസ്യമാണ്. അതങ്ങനെ പരസ്യമായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ബാധിക്കും. അതുകൊണ്ടാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്ന സമയത്തും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്, ഈ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഇൻസ്ട്രക്ഷൻസ് വരുന്നത് അതുകൊണ്ടാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അവർ മോശം, ഇവർ മോശം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ നിന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർമാർ തമ്മിൽ പറയുന്നത് പോലെ, അല്ലെങ്കിൽ പഞ്ചായത്തിലെ പ്രശ്നം, അല്ലെങ്കിൽ അതിർത്തി തർക്കം തീർക്കുന്നത് പോലെ അടിച്ചു തീർക്കാം, ഇടിച്ചു തീർക്കാം എന്നൊന്നും പറയുന്നത് ശരിയല്ല. ഇദ്ദേഹം പറയുന്നത് യുദ്ധം ഉണ്ടാകട്ടായിരുന്നല്ലോ എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേട്ടിട്ട് വരാം. മറ്റൊരുവൻ അടിച്ചാൽ ആ കൂടെ നിൽക്കുന്ന ഒരുവനെ സംരക്ഷിക്കാൻ ബോധമുള്ള ഒരു സാധാ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു RSSന്റെ മുഖ്യ ശിക്ഷകനോ ആയിരിക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം നടക്കുന്നവനെ അടിച്ചാൽ അവൻ പ്രതികരിച്ചിരിക്കും. അത് മറ്റൊരുത്തൻ ഇടപെട്ടാലും അവന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി അവൻ ഏതറ്റം വരെയും പോയി അത് സംരക്ഷിച്ചെന്നിരിക്കും. അവിടെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുകയാണ്, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഞാൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ, ഇനി അങ്ങനെ ഒരു കാര്യം പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലും അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? ഞങ്ങൾ അങ്ങോട്ട് അടിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. പാകിസ്ഥാന് വേണമെങ്കിൽ നിർത്താം. പാകിസ്ഥാനാണല്ലോ നിരന്തരം ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിക്കാം, ഞങ്ങൾ നോക്കട്ടെ. നീയൊക്കെ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ നോക്കും. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ, ഞാൻ ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ ജനത്തിനോട് പറ, ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കുമെന്ന് പറഞ്ഞ് നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഖ്യകളോട് നിങ്ങൾ പറ, എന്താണ് ഈ പാകിസ്ഥാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഈ വെടിനിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയോട് പറയാൻ? ഇന്ത്യ ഇവിടുത്തെ ജലം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നയതന്ത്രപരമായ തീരുമാനം എടുത്തു. അവൻ പേടിച്ചോ? അവൻ പൂട പേടിച്ചു. ഇവിടെ ഒരു പൂടയും പേടിച്ചു. ഇന്ത്യ IMFനോട് പോയി പറഞ്ഞു അവർ 10 പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു. എവിടെ കൊടുക്കാതിരുന്നോ? പിറ്റേന്ന് കൊടുത്തു 10,000 കോടി രൂപ. വെറുതെ കിടന്ന് ഇല്ലാത്ത ഗീർവാണവും ഇല്ലാത്ത അഭിമാനവും പറഞ്ഞിട്ട് നടക്കരുത്. അതുണ്ടാക്കി എടുക്കാമായിരുന്നു. ഈ രാജ്യത്തിന് അത് ഉണ്ടാവുമായിരുന്നു. ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടിരുന്നു. അയാളുടെ കാലശേഷം ഈ ലോകം ഓർമ്മിക്കപ്പെടുന്നത് അയാളുടെ പോരാട്ട വീര്യം കൊണ്ടാണ്, അയാളുടെ നിലപാടുകൾ കൊണ്ടാണ്. അല്ലാതെ വല്ലവരും പറയുന്ന കേട്ട് പഞ്ചമുച്ചമടക്കി ഓശാനപാടി ഒരു രാജ്യത്തിന്റെ അഭിമാനം ഇല്ലാതാക്കുമ്പോഴല്ല. ഇവിടെ 10 ദിവസം യുദ്ധം ചെയ്ത ഇന്ത്യയുടെ വാർഷിക ബഡ്ജറ്റ്, ഡിഫൻസിന്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6.8 ലക്ഷം, ഏറ്റവും കൂടി ഉയർത്തിയിരുന്ന തുകയാണ്. നേരത്തെ 6.21 ആയിരുന്നു, ഇപ്പോൾ 6.8 ലക്ഷം കോടി രൂപയാണ്.
10 ദിവസം യുദ്ധം ചെയ്താലോ 1 മാസം യുദ്ധം ചെയ്താലോ ഒന്നും ഇന്ത്യ പോലൊരു രാജ്യം ഒരു കാരണവശാലും തകരത്തില്ല. ഇന്ത്യയിൽ പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളും 1 മാസം കൊണ്ടുണ്ടാവത്തില്ല. പക്ഷെ അവരെ ഒരാഴ്ചക്കുള്ളിൽ അടിച്ചു തുരത്താമായിരുന്നു, അവരെ അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ഒരു രാജ്യം ഈ നമ്മൾക്കെതിരെ നേരിടാൻ വരരുതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ യുദ്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് അത്രമാത്രം സമ്പന്നമാണ്, നമ്മുടെ രാജ്യം അങ്ങനെ 1 മാസം കൊണ്ട് യുദ്ധം ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല AC ഫ്ലാറ്റിലും അതുപോലെ തന്നെ AC കാറിലൊക്കെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബിഗ് ബോസിൻ്റെയൊക്കെ വിജയിയായി, നല്ല മറ്റ് സൗകര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഉദ്ഘാടനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു പേയ്മെൻറ്റ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതുപോലല്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യ സാധനങ്ങൾക്കായാലും നമ്മുടെ അവശ്യ സാധനങ്ങൾക്കെല്ലാം വില കൂടും. അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം എങ്ങനെയായാലും യുദ്ധം ഒഴിവാക്കുക എന്ന് വെച്ചാൽ നമ്മൾ തോറ്റതല്ല, നമ്മളവിടെ ജയിച്ചു തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ജയിച്ചു തന്നെ നിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ തൊടാൻ ഒരു വ്യക്തിക്കും പറ്റില്ല എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോയി ഇപ്പം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അത് ആരെന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, 2 രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഒരു രാജ്യം ഇടനിലക്കാരനായി വന്നിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ ഇവിടെ അമേരിക്കയാണ് വന്നത്. അപ്പോൾ ഇവിടെ അഖിൽമാരാർ പറയുന്നത് പാകിസ്ഥാൻ അനുകൂലിയാണ് അമേരിക്ക. ആ അമേരിക്ക വന്ന് പറഞ്ഞിട്ട് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചത് വളരെ മോശം. അപ്പം നമ്മൾ യുദ്ധത്തിലേക്ക് എത്തിയിരുന്നില്ല. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ? യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നമുക്കതൊന്നും ബാധിക്കില്ല നമുക്കിങ്ങനെ വാഗൊണ്ട് പറയാം. അതിൽ നമ്മൾ ഈ തെക്കേ ഇന്ത്യയിൽ താമസിക്കുക, നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന നമ്മളെ കാട്ടിയും ഈ രാജ്യത്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് സ്റ്റേറ്റുകൾ നമുക്കില്ലേ? ആ സ്റ്റേറ്റിനെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടല്ലേ സംഭവിക്കുക? ഒരുപാട് സാധാരണക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടമാകും. സത്യം പറഞ്ഞാൽ നമ്മുടെ സൈനിക ശക്തി വളരെ ശക്തമാണ്. ആ ഒരു ബോണ്ട് തകർക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷെ നമ്മുടെ തന്നെ ജവാന്മാർക്കും ആ അവസ്ഥ ഉണ്ടാകാം അല്ലേ? നമുക്ക് അവരെ ശക്തമായി തോൽപ്പിക്കാനുള്ള സൈനിക ശക്തിയും അതുപോലെ തന്നെ ആയുധ ശേഖരണവും നമുക്കുണ്ടെങ്കിലും ഒരു യുദ്ധം നടക്കുമ്പോൾ 2 രാജ്യങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാവും, നാശനഷ്ടങ്ങൾ സംഭവിക്കും. അത് വിലക്കയറ്റം, മറ്റ് ഈ മനുഷ്യൻ ഹാനി ഉണ്ടാകുന്നത് കൂടാതെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ പോലും ബാധിക്കും. അതൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ, ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം ഒന്നും ചിന്തിക്കാതെ അങ്ങ് ഇറങ്ങി നടക്കുന്ന വ്യക്തിയല്ല. ഇപ്പോൾ ഒരു ട്രംപ് വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നാ നിർത്താം എന്നല്ല, അതിൻ്റെ പുറകെ മറ്റു കാര്യങ്ങൾ കാണും. ഒരുപാട് ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇതിൻ്റെ ദൂഷ്യഫലങ്ങളും ഇത് എല്ലാ കാര്യങ്ങളും ചർച്ചയെടുത്ത് നല്ല രീതിയിൽ അവരാലോചിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഇതിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ, അതായത് ഇപ്പോൾ ഇവിടെ ബലൂചിസ്ഥാൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അഖിൽമാരാർ. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം എന്നുള്ളത് ബലൂചിസ്ഥാൻ്റെ ആഗ്രഹമാണ്. അതിനെ ഇന്ത്യക്കാർ ബലൂചിസ്ഥാനും ആയുധങ്ങളും ആശയം കൊടുത്ത് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ ഒരു രാജ്യദ്രോഹ നമ്മളൊരു രാജ്യത്തെ അപമാനിക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും ഇന്ത്യ ചെയ്യില്ല. അവർക്ക് വേണ്ട മോറൽ സപ്പോർട്ട് കൊടുക്കുമായിരിക്കും, പക്ഷേ ഒരിക്കലും അങ്ങനൊരു നയം ഇന്ത്യ പിന്തുടരുകയില്ല. ആരെയും ഉപദ്രവിക്കാതെ, ആർക്കും ഒരു ദോഷവും ഉണ്ടാക്കാതെ, സ്വന്തം രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രം നോക്കി മറ്റുള്ളവരെ സഹായിക്കാമെങ്കിൽ സഹായിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രൗഢി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കുന്നത്? അതും ഇത്രയും ആളുകളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു നിലപാട് ഒട്ടും ശരിയായില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണിത്. ഓക്കെ, അപ്പം അദ്ദേഹം പുതിയൊരു വീഡിയോ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉടനടി ഉണ്ടാവും. എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി അടുത്തൊരു വീഡിയോയിൽ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.